വെൽക്കം ടു എംപ്ലിൻ മീഡിയ. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടുത്തെ മറ്റൊരു ഭരണാധികാരിക്ക് വീണ്ടും മത്സരിക്കുന്ന ആളിന് വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൻ്റെ മര്യാദയാണ്. ഇന്നലെ ഹൂസ്റ്റണിൽ മോഡി ട്രംപ് റാലിയിൽ സംഭവിച്ചത് അതാണ്. 50,000-ലധികം വരുന്ന ഇന്ത്യൻ അമേരിക്കൻ വംശജരെ സാക്ഷി നിർത്തി മോദി പറഞ്ഞ വാക്കുകൾ, വീണ്ടും മത്സരിക്കുന്ന ട്രംപ് ഇസ് എ വെരി സ്പെഷ്യൽ പേഴ്സൺ, നമ്മുടെ സ്വന്തം ആളാണ് എന്ന രീതിയിലാണ് മോദി പ്രസംഗിച്ചത്. ഹിന്ദിയിൽ പറഞ്ഞത്, അബ് കി ബാർ ട്രംപ് സർക്കാർ റാങ് ലൗഡ് ആൻഡ് ക്ലിയർ. ഈ മനുഷ്യൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, ഞങ്ങൾ തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്, അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം ട്രംപിനെ പിന്തുണയ്ക്കണമെന്ന് വളരെ പരസ്യമായിട്ടാണ് മോദി ഇന്നലെ ഹൂസ്റ്റൺ റാലിയിൽ ഇന്നലെ രാത്രി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിനെതിരെ വാഷിങ്ടൺ പോസ്റ്റ് വരെ, അമേരിക്കയിലെ പ്രമുഖ ദിനപത്രവും ഓൺലൈൻ സൈറ്റുമായ വാഷിങ്ടൺ പോസ്റ്റിൽ വരെ റിപ്പോർട്ട് വന്നു കഴിഞ്ഞു, മോദി ട്രംപിന് വോട്ട് പിടിക്കുന്നു എന്ന്. ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് പോയിട്ട് സ്വന്തം രാജ്യത്തിൻ്റെ ആ പറയുന്ന രാജ്യത്തിൻ്റെയും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള കരാറുകളിൽ ഏർപ്പെടാം, ഡിപ്ലോമാറ്റിക് കാര്യങ്ങളിൽ ഏർപ്പെടാം, പരസ്പര കച്ചവടങ്ങൾ ചിന്തിക്കാം, കരാറുണ്ടാക്കാം. അതിനപ്പുറം മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് വീണ്ടും മത്സരിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് പിടിക്കുക നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് നയതന്ത്ര രംഗത്ത് അത് അത്ര ഒരു സുഖകരമല്ല എന്നാണ് വാഷിങ്ടൺ പോസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും മോദിയുടെ അതിര് കടന്ന ഈ ട്രംപ് സ്തുതിയെ അംഗീകരിക്കുന്നില്ല എന്നാണ് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അപ്പം നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിൻ്റെ ഡിഗ്നിറ്റി, ഔന്നത്യം, ഒരു പുറം രാജ്യത്ത് പോകുമ്പോൾ, വിദേശ രാജ്യത്ത് പോകുമ്പോൾ നമ്മുടെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വാക്കുകളാണ് പറയേണ്ടത്. വിദേശത്ത് പോയിട്ട് വീണ്ടും മത്സരിക്കുന്ന അവിടുത്തെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് വേണ്ടി, സ്ഥാനാർത്ഥിക്ക് വേണ്ടി, പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന പരിപാടിയല്ലേ ഹൂസ്റ്റണിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ വരെ പറയുന്നു. എന്നിട്ടും ഇതിന് കൈയടിക്കാൻ നമ്മുടെ നാട്ടിൽ ആൾക്കാരുണ്ട്. വാഷിങ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തത് എങ്ങനെയാണെന്നറിയാമല്ലോ. ദാറ്റ് there is a strong political reason for President Trump to attend Howdy Modi event. Houston is a rare Democratic stronghold in the Republican-dominated Texas. അതിൻ്റെ അർത്ഥം മലയാളം എന്താണെന്ന് നമുക്കറിയാമല്ലോ. അതായത് എന്തുകൊണ്ട് ട്രംപ് ഇത്ര താല്പര്യം കാണിച്ച് മോദിയുടെ ഹൂസ്റ്റൺ റാലിയിൽ പങ്കെടുത്തു? അതിന് കാരണം കൃത്യമായിട്ട് അവർ റീഡ് ചെയ്തു. വാഷിങ്ടൺ പോസ്റ്റ്, ഹൂസ്റ്റൺ ഈസ് എ റെയർ ഡെമോക്രാറ്റിക് സ്ട്രോങ് ഹോൾഡ് ഇൻ ദ റിപ്പബ്ലിക്കൻ ഡോമിനേറ്റഡ് ടെക്സാസ്. ടെക്സാസ് സംസ്ഥാനത്തിലെ അവിടെ മേൽക്കൈ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ്, ട്രംപിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി. അവിടെ റിപ്പബ്ലിക്കൻസിന് മേധാവിത്വമുള്ള ടെക്സാസിലെ ഏക ഡെമോക്രാറ്റ് സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് ഹൂസ്റ്റൺ നഗരമാണ്. ഹൂസ്റ്റൺ നഗരത്തിൽ ഡെമോക്രാറ്റുകൾക്കാണ് ആധിപത്യം. ആ ആധിപത്യം പിന്നെ പൊളിച്ചെഴുതാൻ വേണ്ടിയാണ് ട്രംപ് മോദി റാലിയിൽ പങ്കെടുത്തത്. അപ്പോൾ ആരെയാണ് ഉപയോഗിച്ചതെന്ന് ഇതിൽ നിന്ന് വ്യക്തമല്ലേ. ഒന്ന്, കരാറുണ്ടാക്കി 5 ട്രില്യൺ പിന്നെ ഡോളറിൻ്റെ പ്രതിവാതകം വാങ്ങാനുള്ള കരാറുണ്ടാക്കി കഴിഞ്ഞ ദിവസം. എന്നിട്ട് ട്രംപ് എത്ര വിദഗ്ധമായിട്ടാണ് മോദി റാലിയെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഹൂസ്റ്റൺ പിടിച്ചെടുക്കാൻ വേണ്ടി, റിപ്പബ്ലിക്കൻസിന് വേണ്ടി ഡെമോക്രാറ്റുകളിൽ നിന്ന് ഹൂസ്റ്റൺ പിടിച്ചെടുക്കാൻ വേണ്ടി കളിച്ച ഒരു കളി ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇത് പറയുന്നത് വാഷിങ്ടൺ പോസ്റ്റാണ്. അപ്പോൾ മോദി ട്രംപിൻ്റെ കയ്യിലെ ഒരു കളിപ്പാവയായി മാറിയില്ലേ എന്നൊരു നാണക്കേട് ഇന്ത്യയിലുള്ളവർക്ക് തോന്നിയാൽ അതിനെ കുറ്റം പറയാൻ പറ്റുമോ? മോദി ഹൂസ്റ്റണിൽ പോയത് എന്തിനു വേണ്ടിയാണ്? ഓക്കെ, പുറമേ ഇന്ത്യക്കൊരു വലിയ മൈലേജ് ഉണ്ടാക്കി വൻ സ്വീകരണം നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഹൂസ്റ്റണിൽ കൊടുത്തു.
അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നതിൽ പങ്കെടുത്തു. ഇലക്ഷൻ കാലമാണ്. ഇവിടെ ഇനി അസംബ്ലി ഇലക്ഷൻ ഹരിയാന മഹാരാഷ്ട്ര വരാൻ പോണു. പരസ്പരം തള്ളുകയാണ്. അവിടെ ഒരു തള്ള്, നാട്ടിലൊരു തള്ള്. ഇനിയിപ്പോൾ ഇവിടുത്തെ പ്രചരണം എന്താണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ചരിത്രം സൃഷ്ടിച്ചു. പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിന് വോട്ട് പിടിക്കാനാണ് ഹൂസ്റ്റണിൽ പോയത് എന്ന് ഉള്ള യാഥാർത്ഥ്യം അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പദവിയുടെ ഔന്നത്യം കൂടിയോ കുറഞ്ഞോ എന്ന് നമ്മൾ ചിന്തിക്കുക. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു മുതൽ ഇതുവരെ ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറൊരു പ്രധാനമന്ത്രിയും വിദേശ രാജ്യത്ത് വീണ്ടും മത്സരിക്കുന്ന ഒരു പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ വേണ്ടി വോട്ട് പിടിക്കാൻ പോയിട്ടില്ല എന്നത് ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ്.